ഇന്ന് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൂയിസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പഠിച്ചു. കുറച്ച് ലൂയിസ് റെപ്രസെൻറ്റേഷൻസ് എക്സാമ്പിൾസ് ആയിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് നോക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് റെപ്രസെൻറ്റേഷൻ്റെ ഫോർമൽ ചാർജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം അതിനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമൽ ചാർജ് ഇസ് ഈക്വൽ ടു വി മൈനസ് എൽ മൈനസ് ഹാഫ് ഇൻറ്റു എസ്. ഇതിൽ ഓരോ ടേംസ് എന്താന്ന് നോക്കാം. വി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം. എൽ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ലോൺ പെയർ. അപ്പോൾ നമ്മൾ പെയറാക്കി കൺസിഡർ ചെയ്യരുത്, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെ എടുക്കണം. ഇനി എസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഷെയർഡ് പെയർ. അവിടെയും നമ്മൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൃത്യമായിട്ട് കണ്ടെത്തണം, പെയറാക്കി ഇവിടെ എടുക്കരുത്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർമൽ ചാർജ് എന്താ നോക്കാം. എന്താണ് ഈ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്? അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു സെലക്ട് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ദാറ്റ് ഈസ് ദ വൺ വിത്ത് ലീസ്റ്റ് എനർജി ഔട്ട് ഓഫ് ദ ഡിഫറെൻറ്റ് പോസിബിൾ ലൂയിസ് സ്ട്രക്ചേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു കുറേ സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവാം. ഡബിൾ ബോണ്ട് ഈ സൈഡിലാവാം അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലും ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ലൂയിസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ആ ലൂയിസ് സ്ട്രക്ചേഴ്സിൽ ഏറ്റവും ലീസ്റ്റ് എനർജി ഉള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ മോസ്റ്റ് സ്റ്റേബിൾ ഈസ് ദ വൺ വിത്ത് സ്മോളസ്റ്റ് ഫോർമൽ ചാർജസ് ഓൺ ദ ആറ്റം. അപ്പോൾ ഇതിൽ ഓരോ ആറ്റത്തിൻ്റെയും ഫോർമൽ ചാർജ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം ഏറ്റവും ലീസ്റ്റ് ഫോർമൽ ചാർജ് ഉള്ള ഏത് സ്ട്രക്ചറിനാണോ ആ സ്ട്രക്ചർ ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ വൺ വിച്ച് ഈസ് ഹാവിങ് ലീസ്റ്റ് ഫോർമൽ ചാർജസ്. ഏറ്റവും കുറവ് ഫോർമൽ ചാർജസ് ഉള്ളതായിരിക്കും നമ്മളുടെ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ലീസ്റ്റ് എനർജി ഉള്ള സ്ട്രക്ചർ. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓസോണിൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേഷൻ നോക്കാം. അതിനാദ്യം നമ്മൾ ലൂയിസ് റെപ്രസെൻറ്റേഷൻ അറിഞ്ഞിരിക്കണം. ലൂയിസ് സ്ട്രക്ചർ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓസോണിൻ്റെ ലൂയിസ് സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്സിജൻ ഡബിൾ ബോണ്ട് ഈ സൈഡിലാവാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓക്സിജൻ്റെ ഇടയിലാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ഓക്സിജൻ്റെ ഇടയിലും ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു ലൂയിസ് സ്ട്രക്ചർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓക്സിജൻ ആറ്റംസ് ആയത് കാരണം നമ്മൾ ഓരോ ഓക്സിജനും നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നിനും നമ്പർ ഇട്ടതിന് ശേഷം നമ്മൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. സപ്പോസ് സെൻറ്ററിലുള്ള ഓക്സിജനിലാണല്ലോ നമ്മൾ നമ്പർ 1 ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഫോർമൽ ചാർജ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫോർമൽ ചാർജ് ഓൺ ഫസ്റ്റ് ഓക്സിജൻ, FC എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർമൽ ചാർജിനെയാണ്, ഇസ് ഈക്വൽ ടു ആദ്യം വി മൈനസ് എൽ മൈനസ് ഹാഫ് ഇൻറ്റു എസ് എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. വി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്സിജന് സാധാരണ കണ്ടീഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ് ഉണ്ടാവുക നോക്കുക. നമ്മൾ ലൂയിസ് ഡോട്ട് സിമ്പിൾ പഠിച്ചതാണ്. 6 ഡോട്ടാണ് ഓക്സിജൻ്റെ ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 6. അതാണ് ഈ 6 എന്ന് പറയുന്നത്. ഇനി 6 മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നമ്മൾ 2 എന്ന് പറയുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ സെൻറ്ററിലുള്ള ഓക്സിജന് നോക്കൂ, 2 ഇലക്ട്രോൺസ് ആണ് ലോൺ പെയർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ലോൺ പെയറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2, അതാണ് -2 മൈനസ് ഹാഫ് ഇൻറ്റു എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഈ ഓക്സിജനിൽ ഈ 2 ഇലക്ട്രോൺസ് ബോണ്ട് ഇവിടെ ഫോം ചെയ്തപ്പോൾ 2 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടായിരിക്കും, അത് ഷെയർഡ് ആണ്. അതേപോലെ രണ്ടാമത്തെ ബോണ്ടിലും 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അതും ഷെയർഡ് ആണ്. പിന്നെ ഇവിടെ ഉള്ള 2 ഇലക്ട്രോൺസും ഉണ്ട്, അതും ഷെയർഡ് ആണ്. അപ്പോൾ 3 ബോണ്ടാണ് ഈ ഓക്സിജൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് അതിൻ്റെ ചുറ്റും നിൽക്കുന്നത്. അപ്പം 3 ബോണ്ട് ഉണ്ടെങ്കിൽ 6 ഇലക്ട്രോൺസ് ആയിരിക്കും ബോണ്ട് പെയർ ആയിട്ട് നിൽക്കുന്നത്. സോ 1 2 3 4
ഇവിടെ 5 6 ബോണ്ട് പെയേഴ്സ് ആണുള്ളത്, ഷെയർഡ് പെയേഴ്സ് ആണുള്ളത്. അപ്പോൾ 6 ഇലക്ട്രോൺസ് ആണ് ആ പെയറിലുള്ളത്. അതാണ് ഇൻറ്റു 6 എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ +1 എന്ന് കിട്ടും. അപ്പോൾ ഈ ഓക്സിജൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓക്സിജൻ്റെ ചാർജ് നോക്കാം. അവിടെ സെക്കൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ഓക്സിജൻ ആണ്. സോ 6 മൈനസ്, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആണ്. 6 - 4, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലോൺ പെയർ, 2 ലോൺ പെയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. സോ 6 - 4 -½ ഇൻറ്റു 4. ഇവിടെ 4 എന്ന് പറയുന്നത് ഇവിടെ 2 ബോണ്ടാണുള്ളത്. 2 ബോണ്ടിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. വേറെ ഒന്നും ഇവിടെ ഷെയർഡ് ഇലക്ട്രോൺസ് ആയിട്ട് കാണുന്നില്ല. ഈ 2 ബോണ്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അതിലുള്ള 4 ഇലക്ട്രോൺസും ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതാണ് ഇവിടെ 4 എന്ന് എഴുതിയുള്ളത്. സോ 6 - 4 -½ ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ സെക്കൻഡ് ഓക്സിജൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി തേർഡ് ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേഷൻ നോക്കാം. ഫോർമൽ ചാർജ് ഓഫ് തേർഡ് ഓക്സിജൻ എന്ന് പറയുന്നത് 6 - 6 -½ ഇൻറ്റു 2 ആണ്. സോ 6 ഈസ് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് -6. ഇവിടെ -6 എന്ന് പറയുന്നത് ലോൺ പെയേഴ്സ്. ഇവിടെ 3 ലോൺ പെയേഴ്സ് ഉണ്ട്. 3 ലോൺ പെയേഴ്സിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതാണ് ഈ 6 എന്ന് പറയുന്നത്. -½ ഇൻറ്റു 2 ആണ്. സോ ഇവിടെ ഒരു സിംഗിൾ ബോണ്ടിൽ മാത്രമേ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു ബോണ്ട് എന്ന മീനിങ് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. സോ 2. സോ 6 - 6 -½ ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഫസ്റ്റ് ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് +1 ആണ്. സെക്കൻഡ് ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് 0 ആണ്. തേർഡ് ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് -1 ആണ്. ഇനി നമ്മൾ ഇതെല്ലാതും കൂടിയും ആഡ് ചെയ്ത് നോക്കുക. ഫോർമൽ ചാർജ് ഓഫ് ഫസ്റ്റ് ഓക്സിജൻ പ്ലസ് ഫോർമൽ ചാർജ് ഓഫ് സെക്കൻഡ് ഓക്സിജൻ പ്ലസ് ഫോർമൽ ചാർജ് ഓഫ് തേർഡ് ഓക്സിജൻ. നെറ്റ് റിസൾട്ട് ഈസ് 0. ഇതെല്ലാതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് ആൻസർ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഓസോൺ മോളിക്യൂൾ, ഇതിലെ ഓക്സിജന് 3 ഓക്സിജൻ ഉണ്ട് നമുക്കറിയാം. ആ 3 ഓക്സിജൻ്റെയും ഫോർമൽ ചാർജിൻ്റെ സമ്മ് ചെയ്ത് നോക്കിയപ്പോൾ 0 കിട്ടി. ദാറ്റ് മീൻസ് ഓസോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. നമുക്കറിയാം അതിന് മുകളിൽ ചാർജ് ഒന്നുമില്ല, ചാർജ് ഇല്ലാത്തൊരു മോളിക്യൂളാണ്. അതിൻ്റെ കാരണം ഈ 3 ഓക്സിജൻ്റെയും ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് റിസൾട്ട് 0 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർമൽ ചാർജ് ഇൻ കാർബണേറ്റ് CO3 2- കാർബണേറ്റ് അയോൺ. അപ്പോൾ കാർബണേറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇങ്ങനെ വരുന്നത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളോട് ഞാൻ വരയ്ക്കാൻ പറഞ്ഞതായിരുന്നു കാർബണേറ്റിൻ്റെ സ്ട്രക്ചർ. ആ സ്ലൈഡിൽ അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫോർമൽ ചാർജ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ്. 4 - 0. ഇവിടെ 0 എന്ന് എഴുതാൻ കാരണം എന്താണ്? ഈ കേസിൽ കാർബണിന് ദർ ഈസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ടാണ് 0 എന്ന് എഴുതുന്നത്. കംപ്ലീറ്റ് ബോണ്ട് പെയറേ ഉള്ളൂ. -½ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. കാർബൺ 4 ബോണ്ടിലാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 2 ഓക്സിജനായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 4 ബോണ്ട് എന്ന് മീനിങ് 8 ഇലക്ട്രോൺസ് ആണ്. സോ ½ ഇൻറ്റു 8 എന്ന് കിട്ടും. ½ ഇൻറ്റു 8 gives 4. അതാണ് 4 - 0 - 4 = 0. അതേപോലെ ഈ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 6 - 6 - 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇതിൻ്റെ ചെയ്യുമ്പോൾ 6 - 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ചെയ്യുമ്പോൾ 6 - 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇനി നമ്മൾ ഇതെല്ലാതും കൂടിയും ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ -1 + 0 + -1 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ദാറ്റ്സ് വൈ കാർബണേറ്റ് ഹാസ് -2 ചാർജ്. കാർബണേറ്റിന് ഈ 2- ചാർജ് എന്ന് കാണുന്നത് ഈ 3 ഓക്സിജൻ്റെയും ഒരു കാർബണിൻ്റെയും ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് ഈ -2 എന്ന് കാണുന്നത്. അതാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ -2 എന്ന്
എന്ന് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ കാർബണേറ്റ് അയോൺ എന്ന് എഴുതുമ്പോൾ CO3 2- എന്ന് എഴുതുന്നത്. അപ്പോൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഈ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് വേണമെങ്കിൽ ഒന്ന് പറയാം. ഇവിടെ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 എടുത്തു, മൈനസ് ടോട്ടൽ നോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ 6 ആണ് വരുന്നത്. 3 പെയേഴ്സാണ്, സോ 6 ഇലക്ട്രോൺസ്, -½ ഇൻറ്റു ഇവിടെ ഒരു ബോണ്ട് പെയർ ആണ് വരുന്നത്, സോ 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ -½ ഇൻറ്റു 2 ദാറ്റ് ഈസ് -1, സോ ടോട്ടൽ -1. ഇവിടെ അതേപോലെ 6 വരും, കാരണം ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഇനി 2 ലോൺ പെയേഴ്സ് ആണുള്ളത്, അതാണ് ഇവിടെ 4 എന്ന് എഴുതിയിട്ടുള്ളത്. -½ ഇൻറ്റു 2 ബോണ്ട് പെയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, സോ -½ ഇൻറ്റു 4 എന്ന് കിട്ടും. അതാണ് ഈ -2 എന്ന് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ ഓക്സിജന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഓക്സിജനും വരിക. അപ്പോൾ ഫോർമൽ ചാർജ് കാൽക്കുലേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് എടുത്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ ഫോർമൽ ചാർജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ലിമിറ്റേഷൻ ദ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് സെൻട്രൽ ആറ്റം. ഫോർ എക്സാമ്പിൾ LiCl, BeCl2, BCl3 എക്സെട്ര ഹാവ് 2, 4 and 6 ഇലക്ട്രോൺസ് റെസ്പെക്റ്റീവ്ലി. നമ്മൾ പഠിച്ചത് എന്താണ്, 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആവണം എന്നാണ് പഠിച്ചത്. പക്ഷേ ലിഥിയത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസേ ലിഥിയത്തിനുള്ളൂ. ബെറിലിയത്തിന് 4 ഇലക്ട്രോണേ BeCl2ലുള്ളൂ. ആൻഡ് BCl3യിൽ ബോറോണിന് 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിലൊന്നും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ബട്ട് സ്റ്റിൽ ദീസ് കോമ്പൗണ്ട്സ് ആർ സ്റ്റേബിൾ. അത് എങ്ങനെയാണ് സ്റ്റേബിൾ എന്ന് ഒക്ടറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഒക്ടറ്റ് റൂളിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ. അതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ നൈട്രിക് ഓക്സൈഡ് NO ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് NO2. ഇതിൽ ഒക്ടറ്റ് റൂൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. കാരണം ഈ 2 കേസിലും ഓക്സിജനിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, പക്ഷെ നൈട്രജനിൽ 7 ഇലക്ട്രോൺസേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഓഡ് നമ്പർ ആണ്. 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. സോ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ബട്ട് സ്റ്റിൽ NO ആൻഡ് NO2 ഈസ് സ്റ്റേബിൾ. അത് എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത് എന്ന് ഒക്ടറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഈസ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ PF5, SF6 എക്സെട്ര ഹാവ് 10 and 12 ഇലക്ട്രോൺസ് റെസ്പെക്റ്റീവ്ലി. ഈ കേസിൽ ഫോസ്ഫറസ്, സൾഫർ ഇതിനൊക്കെ 10 ഇലക്ട്രോൺസും 12 ഇലക്ട്രോൺസും ഒക്കെയാണ് വരുന്നത്. ഫ്ലോറിനിലൊക്കെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, പക്ഷേ ഇതിൽ ഒക്ടറ്റ് എക്സീഡ് ചെയ്യുന്ന കേസാണ് ഫോസ്ഫറസും സൾഫറും കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബട്ട് സ്റ്റിൽ ദീസ് കോമ്പൗണ്ട്സ് ആർ ഓൾസോ സ്റ്റേബിൾ. അത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ എന്ന് ഒക്ടറ്റ് റൂള് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ക്ലോറിൻ്റെ കേസിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, 8 ഇലക്ട്രോൺസ് വരും. ഈ ക്ലോറിൻ്റെ കേസിലും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. എന്നാൽ ബെറിലിയത്തിൻ്റെ കേസിൽ 1, 2 ഇവിടെ 3, 4. സോ ടോട്ടൽ 4 ഇലക്ട്രോൺസേ ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ബെറിലിയം ഈസ് BeCl2 ഈസ് സ്റ്റേബിൾ. നെക്സ്റ്റ് ഈ കേസ് നോക്കാം, BCl3. ഇവിടെ 3 ക്ലോറിനിലും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. നമുക്ക് ഇവിടെ 2 ഡോട്ട് മിസ്സിങ് ആണ്, ആക്ച്വലി 2 ഡോട്ടും കൂടി ഉണ്ട്. സോ ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ പിക്ചറിൽ ആ 2 ഡോട്ട് മിസ്സിങ് ആണ്. ആക്ച്വലി ക്ലോറിന് അവിടെ 8 ഇലക്ട്രോൺസ് തന്നെയാണ് ഉള്ളത്. എന്നാൽ ബോറോണിൻ്റെ കേസിൽ 1, 2, 3, 4 ആൻഡ് 5, 6 ടോട്ടൽ 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ BCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. അത് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് എന്ന് ഒക്ടറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി അതേപോലെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസിൻ്റെ കേസ് നേരത്തെ പറഞ്ഞിരുന്നു, NO, NO2. ഇതാണ് NOൻ്റെ സ്ട്രക്ചർ. ഈ കേസിൽ ഓക്സിജനിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, 2 ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺസ് വന്നു. ഇനി 2 ബോണ്ട് പെയേഴ്സും ഉണ്ട്, അവിടെയും 4 ഇലക്ട്രോൺസ് വന്നു. സോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. എന്നാൽ നൈട്രജൻ്റെ കേസിൽ 1, 2, 3 പിന്നെ ഇവിടെ 4, 5 വരും. കാരണം 1 ബോണ്ട് ഈസ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ
3 കഴിഞ്ഞ് ഇവിടെ 4 5 പിന്നെ ഇവിടെ 6 7. സോ 7 ഇലക്ട്രോൺസ് ആണ് നൈട്രോജനെ സറൗണ്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി ഈ കേസിലും ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, ഇവിടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. എന്നാൽ നൈട്രോജൻ്റെ കേസ് നോക്കാം. 1 2 3 4 5 6 ആൻഡ് 7th ഇലക്ട്രോൺ ആണിത്. സ്റ്റിൽ ഇവിടെ 7 ഇലക്ട്രോൺസേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ദീസ് 2 കോമ്പൗണ്ട്സ് ആർ സ്റ്റേബിൾ. അതെങ്ങനെയാണെന്നുള്ളത് ഒക്ടറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് PCl5SF6 എക്സെട്ര ഇങ്ങനത്തെ മോളിക്യൂൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ കേസിൽ ക്ലോറിനിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, ഈ 5 ക്ലോറിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. എന്നാൽ ഫോസ്ഫറസിൻ്റെ കേസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 ഇലക്ട്രോൺസ് ആണ് ഫോസ്ഫറസിനെ സറൗണ്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മോർ ദാൻ ഒക്ടറ്റ്, ഒക്ടറ്റിലും കൂടുതലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സൾഫറിൻ്റെ കേസ് നോക്കാം. ഇവിടെ ഫ്ലൂറിൻ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സൾഫറിൻ്റെ കേസ് നോക്കാം. 1 2 3 4 5 6 7 8 9 10 ആൻഡ് 11 12 12 ഇലക്ട്രോൺസ് ആണ് സൾഫറിനുള്ളത്. ബട്ട് ദീസ് കോമ്പൗണ്ട്സ് ആർ ഓൾസോ സ്റ്റേബിൾ. അതെങ്ങനെയാണെന്നുള്ളത് ഒക്ടറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 3 ലിമിറ്റേഷൻസ് പറഞ്ഞു, ഇനിയും 3 എണ്ണം കൂടി ഉണ്ട്. That is, octet rule is based upon the chemical inertness of noble gases. However, some noble gases also combine with oxygen and fluorine to form a number of compounds like XeF2, KrF2, XeOF2, etc. അതായത് സീനോൺ കോമ്പൗണ്ട്സ്. സീനോൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസാണ്. നമ്മൾ തുടക്കത്തിലേ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസ്. എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസസ് ഇനേർട്ട് ആവുന്നത്? കാരണം അതിന് ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. പക്ഷേ ഈ സീനോണ് ക്രിപ്റ്റോണ് പറയുന്ന നോബിൾ ഗ്യാസസ് ഒക്കെ എന്തുകൊണ്ടാണ് ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യണത്? അവർ ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആയ എലിമെൻറ്റ്സ് ആണ്, ബട്ട് സ്റ്റിൽ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒക്ടറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഈസ് ദിസ് തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. നമുക്ക് ഈ ഒരു തിയറി ഒക്ടറ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾസ്. അതേപോലെ തന്നെ മോളിക്യൂൾസിൻ്റെ സ്റ്റെബിലിറ്റീനെ കുറിച്ചും ഒക്ടറ്റ് റൂളിന് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ 6 ലിമിറ്റേഷൻസ് ആണ് ഒക്ടറ്റ് റൂളിന് പഠിച്ചത്. ആദ്യത്തെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, സെക്കൻഡ് വൺ ഈസ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്, തേർഡ് വൺ ഈസ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്, ഫോർത്ത് വൺ ഈസ് ഇനേർട്ട് നോബിൾ ഗ്യാസസ് പാർട്ടിസിപ്പേറ്റ് ഇൻ റിയാക്ഷൻസ്. അതെന്തുകൊണ്ടെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിഫ്ത്ത് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പിനെ കുറിച്ച് ഒരു ഐഡിയയും തരാൻ കഴിഞ്ഞില്ല. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. മോളിക്യൂൾസിൻ്റെ സ്റ്റെബിലിറ്റീനെ കുറിച്ചും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഈസ് അയോണിക് ഓർ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. എങ്ങനെയാണ് ഒരു അയോണിക് ബോണ്ട്, അതിനെ പണ്ട് നമ്മൾ വിളിച്ചത് ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്നാണ്, അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ദ ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട് വുഡ് ഡിപ്പെൻഡ് അപ്പോൺ 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് the ease of formation of positive and negative ions from the respective neutral atom. ഈസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഹൗ ഈസിലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആർ ഫോംഡ് എന്ന മീനിങ് ആണ്. അതിൻ്റെ ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് എത്ര ഈസിലി ആണോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഫോം ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്, അതാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ ദ സോളിഡ്, ദാറ്റ് ഈസ് ദ ലാറ്റിസ് ഓഫ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ. എങ്ങനെയാണ് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ ഡെഫിനിറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത്. ആ ഒരു കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എന്ന് പറയുന്നത് ആ ഒരു ലാറ്റിസ് സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള എനർജി, അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ. അപ്പോൾ ഡെഫിനിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസിൻ്റെ ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത്. ആ ക്രിസ്റ്റലൈൻ ലാറ്റിസ് സ്ട്രക്ചറിൻ്റെ ഫോർമേഷന് എത്ര എനർജി വേണോ അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഈ 2 ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ. അപ്പം നമുക്ക് NaCl വെച്ചിട്ട് നോക്കാം.
എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ ആദ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. വെൻ ദ റിക്വയർഡ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് കമ്പൈൻ ടു ഫോം 1 mole ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്. 1 mole അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഗ്യാഷ്യസ് പോസിറ്റീവ്, അതായത് കാറ്റയോൺസും ആനയോൺസുമാണ് കമ്പൈൻ ചെയ്തത്, ആ കോമ്പിനേഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 mole അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് NaCl. NaClയുടെ ലാറ്റിസ് സ്ട്രക്ചർ, ആ ക്രിസ്റ്റലൈൻ ലാറ്റിസ് സ്ട്രക്ചറിനെ നമ്മൾ റോക്ക് സോൾട്ട് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചർ ഉണ്ട്, റെഫർ ചെയ്യണം. റോക്ക് സോൾട്ട് സ്ട്രക്ചർ എന്ന് പറയും. വളരെ ഡെഫിനിറ്റ് ആയിട്ടാണ് Na+ഉം Cl- വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആ റോക്ക് സോൾട്ട് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ ആ പ്രോസസ്സ് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് അറിയാം. അതിൽ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഫോർമേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഫ്രം ദെയർ ന്യൂട്രൽ ആറ്റംസ്. അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണത്. ഇവിടെ നോക്കൂ, ഇവിടെ Na ഗ്യാസ് ഗീവ്സ് Na+ ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന് അയോണൈസേഷൻ എൻതാൽപ്പി, നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സിൽ പഠിച്ചതാണ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇവിടെ 495.8 kJ/mole ആണ്. അയണൈസേഷൻ എൻതാൽപ്പി ഓൾവേസ് ഇറ്റ് ഈസ് എൻഡോതെർമിക്, എനർജി അബ്സോർബിങ് പ്രോസസ്സാണെന്ന് പഠിച്ചു. അപ്പോൾ അതാണ് Na+ ആയി മാറാൻ ഇത്ര എനർജി വേണം. Na+ ആയി മാറാനുള്ള എനർജിയാണിത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് കാറ്റയോൺ നമ്മൾ ഇവിടെ കണ്ടു. ഇനി ഫോർമേഷൻ ഓഫ് ആനയോൺ നോക്കാം. Cl ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് Cl- ഗ്യാസ്, അവിടെ ആനയോണായി മാറി. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്, അതും നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചതാണ്. ΔEgh ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമ്മളെ പീരിയോഡിക് ടേബിളിൽ തന്നെ ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ക്ലോറിൻ ആണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂ -348.7 kJ/mole. ΔEgh എലിമെൻറ്റിനനുസരിച്ച് പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം എന്ന് പഠിച്ചു. ഇനി NaCl ഫോം ചെയ്യുമ്പോൾ Na+ ഗ്യാസ് പ്ലസ് Cl- ഗ്യാസ് ഗീവ്സ് NaCl സോളിഡ്. അപ്പോഴാണ് NaCl ഫോർമേഷൻ നടന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ΔTh എന്ന് പറയുന്നത് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അയണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ നമ്മൾ ഈ 2 വാല്യൂസും കൂടി ആഡ് ചെയ്തു. 495.8 പ്ലസ് -348.7, അപ്പോഴാണ് നമുക്ക് പ്ലസ് 147.1 kJ/mole എന്നാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫാക്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് NaCl ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ് അല്ലേ. കാരണം ΔThൻ്റെ വാല്യൂ പോസിറ്റീവ് 147 ആണ്. അപ്പോൾ ഇതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ NaCl ഫോർമേഷൻ ഒരു എൻഡോതെർമിക് പ്രോസസ്സ് അല്ല, ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. This indicates that NaCl formation is an endothermic process, but actually it is an exothermic process. This is explained on the basis of second factor. ഞാൻ 2 ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു തുടക്കത്തിൽ. രണ്ടാമത്തെ ഫാക്ടറിനെയാണ് എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ 1 mole NaCl ഫോം ചെയ്തപ്പോൾ എത്ര എനർജിയാണ് റിലീസ് ചെയ്തത്? -788 kJ/mole അവിടെ റിലീസ് ചെയ്തു. അപ്പം നമ്മൾ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിലേക്ക് ഈ -788 kJ കൂടിയും ആഡ് ചെയ്യും. അതാണ് ദിസ് കോമ്പൻസേറ്റ്സ് ദ വാല്യൂ ഓഫ് ΔTh. അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടി ΔThന്. അതിലേക്ക് -788 കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ 2 ഫാക്ടേഴ്സിൻ്റെയും കൂടി എൻതാൽപ്പി ചേഞ്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നെറ്റ് റിസൾട്ട് വിൽ ബി എ നെഗറ്റീവ് വാല്യൂ. കാരണം -788 പ്ലസ് 147 എന്ന് പറയുന്നത് എന്തായാലും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് NaCl ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ് എന്ന് പറയുന്നത്.
The ionic bond will be formed more easily between elements with comparatively low ionization enthalpy and elements with comparatively high negative value of electron gain enthalpy. അപ്പോൾ ആൽക്കലി മെറ്റൽസും ഹാലോജൻ ഫാമിലിയിലെ എലമെൻസും തമ്മിലാണ് പെട്ടെന്ന് അയോണിക് ബോണ്ട് ഫോർമേഷനുള്ള സാധ്യത കൂടുതൽ എന്നാണ് ഇതിൻ്റെ മീനിങ്. In ionic solids, the sum of electron gain enthalpy and ionization enthalpy may be positive. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഡെൽറ്റ ടി എച്ച് പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. But still, the crystal structure gets stabilized due to the energy released in the formation of the crystal lattice. ആ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് എൻതാൽപ്പി ചേഞ്ച് കിട്ടുന്നത്. Thus, a qualitative measure of the stability of an ionic compound is provided by its enthalpy of lattice formation and not simply by achieving the octet of electrons around the ionic species in gaseous state. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ല നമ്മൾ അതിൻ്റെ വാല്യൂ മെഷർ ചെയ്തെടുക്കുന്നത്, സെക്കൻഡ് ഫാക്ടറും കൂടിയും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ മെഷർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഒരു ടേമും കൂടിയും പഠിക്കാനുണ്ട്, ദ ലാറ്റിസ് എൻതാൽപ്പി. ഇതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഫോർ ആൻ അയണിക് സോളിഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി റിക്വയേർഡ്. അപ്പോൾ ഇവിടെ എനർജി റിക്വയേർഡ് ആണ്, നേരത്തെ എനർജി റിലീസ്ഡ് എന്നാണ് പഠിച്ചത്. എനർജി റിക്വയേർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് എ സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇൻ ടു ഗ്യാഷ്യസ് കൺസ്റ്റിറ്റ്യുവൻറ്റ് അയോൺസ്. അപ്പോൾ 1 mole NaClനെ നമ്മൾ Na+ ഗ്യാസും Cl- ഗ്യാസും ആക്കി മാറ്റാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാറ്റിസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി, നേരത്തെ ലാറ്റിസ് ഫോർമേഷൻ ആയിരുന്നു, എന്നാൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് 1 mole അയോണിക് കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആക്കി മാറ്റാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് എൻഡോതെർമിക് പ്രോസസ്സ്, അതൊരു എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ NaClൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും ലാറ്റിസ് എൻതാൽപ്പിക്ക്. നേരത്തെ നമ്മൾ -788 kJ/mole ആണ് അതിൻ്റെ എൻതാൽപ്പി ഓഫ് ലാറ്റിസ് ഫോർമേഷൻ എന്ന് കണ്ടു. എന്നാൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത് +788 kJ/mole ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം.